Om Namah Shivaya, children. Good morning, children. Your exams are over. Hope everybody have done well in the exam. I'm doing corrections now. After that, you will get your marks. Okay. Now let us start our new semester 2 and chapter 1, chapter number 1, that is Animal Homes. Animal homes. Animal homes. With that word itself, we can understand this chapter is related to the animal homes. Homes, that is where they live. എവിടെയാണ് അവർ താമസിക്കുന്നത്? ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ ആനിമൽസ് ആർ ഫൗണ്ട് എവ്രിവെയർ. എല്ലാവിടെയും ആനിമൽസ് കാണുന്നുണ്ട് അല്ലേ? ആനിമൽസ്, ബേർഡ്സ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ നേച്ചർ. ഇറ്റ് മേക്സ് അവർ നേച്ചർ ബ്യൂട്ടിഫുൾ. വിത്തൗട്ട് ദാറ്റ് വി ആർ ഇൻകംപ്ലീറ്റ്. ആനിമൽസും ബേർഡ്സും നമ്മൾ നേച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാതെ നമ്മൾ പകുതിയാണ് അല്ലേ? ഡിഫറെൻറ്റ് ആനിമൽസ് ലിവ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെൽട്ടർ അല്ലേ? എല്ലാവരും ഒരേപോലത്തെ ഷെൽട്ടറാണ് നിൽക്കുന്നത്? എല്ലാവരും ഓൾ ലിവ്സ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെൽട്ടർ. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അവരെ കൂട്, എവിടെയാണ് അവർ താമസിക്കുന്നത്. ഇപ്പോൾ വി ആർ ലിവിങ് ഇൻ എ ഹോം. നമ്മൾ നിൽക്കുന്ന ഒരു വീട്ടിൻ്റെ ഉള്ളിൽ അല്ലേ? അതുപോലെ അവർക്കൊരു വീടുണ്ട്. അതൊരു കൂടാണ്, അവരൊരു വീട്. അത് പലതരത്തിലാണ് അവർ നിർമ്മിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇസ് ബേർഡ്സ് നെസ്റ്റ്. ബേർഡ്സ് നെസ്റ്റ്. ബേർഡ്സ് ഇങ്ങനെയല്ല നെസ്റ്റ് ഉണ്ടാക്കുന്നത്. ബേർഡ്സ് ഫ്ലൈ ഇൻ എയർ. ദേ ആർ കോൾഡ് ഏരിയൽ ആനിമൽസ്. പറക്കുന്ന ബേർഡ്സ് എല്ലാം ഏരിയൽ ആനിമൽസാണ്. ഇത് ആനിമൽസിൽ പെടുന്നതാണ്, പക്ഷെങ്കിൽ ഏരിയൽ ആനിമൽസാണ്. പറക്കുന്ന ബേർഡ്സ് എല്ലാം ഏരിയൽ ആനിമൽസ്. Birds live almost everywhere. Some birds live in forests, while some birds such as crows, sparrows and pigeon live in cities and villages. ചിലത് ഫോറസ്റ്റിലാണ് താമസിക്കുക, ചിലത് സിറ്റീസിലും വില്ലേജസിലുമാണ് താമസിക്കുന്നത്. Some birds make nests on trees, while others make them in houses and buildings. കുറേ ബേർഡ്സ് നെസ്റ്റ് എവിടെ ഉണ്ടാക്കുക? മരത്തിൻ്റെ മേലെ അല്ലേ? ട്രീൻ്റെ മേലെയാണ് അവർ കൂട് കെട്ടുന്നത്. അധികം ബേർഡ്സ്, ഓൾമോസ്റ്റ് ഓൾ ബേർഡ്സ് മേക്ക് ദ നെസ്റ്റ് ഓൺ ദ ട്രീസ്, ബട്ട് മെനി അതേഴ്സ് മേക്ക് ദ നെസ്റ്റ് ഇൻ ദ ഹൗസസ് ഓർ ഇൻ ദ ബിൽഡിംഗ്, wherever they feel comfort, on the rooftops like that, or in the windows of the building. Okay, in our school also birds have made nest in the classrooms, in the prayer hall. Okay, like that. Birds do not live in nest. അവർ താമസിക്കാൻ, they do not live in nest. അവർ താമസിക്കുന്നതല്ല. അവരെന്തിനാ കൂട് കെട്ടുന്നത്? എന്തിനാ? why they make nest? They make nest only to lay eggs. They make nest to lay eggs and to make their young ones live. അവർക്ക് അവരെ മുട്ടയിടാനും പിന്നെ അവരെ യങ് വണ്ണും താമസിക്കാൻ, വളർത്താനും വേണ്ടിയിട്ടാണ് അവർ കൂട് കെട്ടുന്നത്. The eggs remain safe and warm in the nest. എഗ്ഗ് ആ കൂടിൻ്റെ ഉള്ളിൽ എപ്പോഴും അത് സേഫ് ആയിരിക്കും, പിന്നെ വാം ആയിരിക്കും. ചൂട് കിട്ടും അവർക്ക്. കൂട്ടിൻ്റെ ഉള്ളിൽ ആ എഗ്സ് സേഫ് ആയിരിക്കും, പിന്നെ വാം ആയിരിക്കും. ദ ബേബി ബേർഡ്സ് ലിവ് ഇൻ ദ നെസ്റ്റ് ടിൽ ദേ ആർ ബിഗ് ഇനഫ് ടു ഫ്ലൈ. അവർ വെൻ ദേ സ്റ്റാർട്ട് ഫ്ലൈയിങ് ദേ ലീവ് ദ നെസ്റ്റ്. ടിൽ ദെൻ ദേ live in the nest. Who? Their young babies. ബേർഡ്സിൻ്റെ ചെറിയ കുട്ടികൾ ആ കൂട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും വരെ നിൽക്കുന്നു? അവർ പറക്കാൻ പഠിക്കുന്നവരെ. പറക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ നിൽക്കില്ല, അവർ കൂട് വിട്ട് പോകും. ബേർഡ്സിൻ്റെ യങ് വൺസ്
പറക്കാൻ പഠിക്കുന്നവരെ പഠിക്കുന്നവരെ അവർ ആ കൂട്ടിൻ്റെ ഉള്ളിൽ താമസിക്കും. The baby birds live in the nest till they big enough to fly. Once the young ones leave, the birds also leave their nest. യങ് വൺസ് പറന്ന് പഠിച്ചാൽ പിന്നെ അവർ ആ കൂട് വിടും. അപ്പോൾ ആ ബേർഡ്സും ആ കൂട് വിട്ടുപോകും. They make a new nest when they have to lay eggs again. പിന്നെന്താ ചെയ്യുക അവർ? ആ കൂട് വിട്ടിട്ട് പോയി. പിന്നെ അവർ പുതിയ നെസ്റ്റ് ഉണ്ടാക്കും. ആ സ്ഥലത്തല്ല, വേറെ ഏതെങ്കിലും ട്രീൻ്റെ മേലെ വേറെ എവിടെയെങ്കിലും കൂടുണ്ടാക്കും. Birds choose their nesting place with great care. They make nest in places that are safe from enemies and bad weather. They choose their nest with great care. എന്തെല്ലാം ഗ്രേറ്റ് കെയർ ചെയ്യേണ്ടവർ? സേഫ് ഫ്രം എനിമീസ്, അവരെ ശത്രുക്കളിൽ നിന്ന് മാറ്റി നിർത്തിയേ അവർ കൂട് കെട്ടു അല്ലേ? ശത്രുക്കളുള്ള സ്ഥലത്ത് അവർ കൂട് കെട്ടില്ല. അതിൽ നിന്ന് സേഫായ സ്ഥലമാണ്, എനിമീസ് നിന്ന് സേഫായ സ്ഥലമാണ് അവർ കൂട് കെട്ടാൻ തിരഞ്ഞെടുക്കുന്നത്. പിന്നെന്താ നോക്കുക? പിന്നെ ബാഡ് വെതർ, അധികം മഴ കൊള്ളുന്നതോ അങ്ങനത്തെ സ്ഥലങ്ങൾ അവർ തിരഞ്ഞെടുക്കില്ല. മൈനാസ്, pigeons and sparrows make nest on windowsills, ledges and in the hollow of roofs. അത് നിങ്ങൾക്കിത് പിക്ചേഴ്സ് കണ്ടാൽ മനസ്സിലാവും. വിൻഡോ സിൽസിൻ്റെ ഉള്ളിൽ, ജനലിൻ്റെ സൈഡിൽ, ലെഡ്ജസിൽ, പിന്നെ ഹോളോസ് ഓഫ് റൂഫിൻ്റെ മേലെ ചെറിയൊരു ഹോൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂട് കെട്ടി അവർ നിൽക്കൂ. അങ്ങനെയാണ് പീജൻസ് എല്ലാം അധികം അതിൻ്റെ അകത്താണ് കൂട് കെട്ടുന്നത്. അപ്പോൾ അവരത് നോക്കിയിട്ടാണ് കൂട് കെട്ടുന്നത്. എങ്ങനെ? അതിൻ്റെ സ്ഥലം, സന്ദർഭം, അവർ എനിമീസിൽ നിന്ന് സേഫായതും, പിന്നെ ബാഡ് വെതർ, അധികം മഴയല്ലോ കൊള്ളുന്ന സ്ഥലമോ ഇല്ലെങ്കിൽ തണുപ്പ് പാടില്ല, അങ്ങനത്തെ സ്ഥലമെല്ലാം നോക്കിയിട്ടാണ് അവർ കൂട് കെട്ടുന്നത്. നെസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ബേർഡ്സ്, പലതരത്തിലുള്ള ബേർഡ്സ് എവിടെയെല്ലാമാണ് കൂട് കെട്ടുന്നത് നോക്കാം. അതിനു മുമ്പേ അവർ ബേർഡ്സ് വാട്ട് ദേ യൂസ് ടു മേക്ക് ദ നെസ്റ്റ്, വാട്ട് ഓൾ തിങ്സ് ദേ യൂസ് ടു മേക്ക് എ നെസ്റ്റ്. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? കണ്ടിട്ടുണ്ടാവും ബേർഡ്സ് എന്തെല്ലാം യൂസ് ചെയ്യുന്നത്. വാട്ട് ദേ യൂസ് ഡ്രൈ ഗ്രാസ്, ലീവ്സ്, ഇലകൾ, ഉണങ്ങിയ പുല്ല്, ട്വിഗ്സ്, ചുള്ളിക്കമ്പ്, പിന്നെ കോട്ടൺ, ത്രെഡ്, വൂൾ, ഫെദേഴ്സ് ആൻഡ് സ്ട്രോ. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് അവർ നെസ്റ്റ് ഉണ്ടാക്കുന്നത്. നെസ്റ്റ് ഉണ്ടാക്കാൻ ഇതെല്ലാം വേണം. ഡ്രൈ ഗ്രാസ്, ലീവ്സ്, ട്വിഗ്സ്, കോട്ടൺ, ത്രെഡ്, വൂൾ, ഫെദേഴ്സ് ആൻഡ് സ്ട്രോ. ഇതെല്ലാം അവർക്ക് നെസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമാണ്. പിന്നെ ഡിഫറെൻറ്റ് ബേർഡ്സ് മേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെസ്റ്റ്. പല ബേർഡ്സ് പല സ്ഥലത്താണ് പല തരത്തിലാണ് നെസ്റ്റ് ഉണ്ടാക്കുന്നത്. ഏതെല്ലാം നമുക്ക് നോക്കാം. എ ക്രോ മേക്സ് എ നെസ്റ്റ് വിത്ത് ഡ്രൈ സ്റ്റിക്സ്. ക്രോ ഉണ്ടാക്കുന്നത് ഡ്രൈ സ്റ്റിക്സിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആൻ ഈഗിൾ മേക്സ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ ദ ടോപ്പ് മോസ്റ്റ് ബ്രാഞ്ച് ഓഫ് എ ടോൾ ട്രീൻ്റെ മേലെ ബ്രാഞ്ചിൻ്റെ മേലെയാണ് അവർ നെസ്റ്റ് ഉണ്ടാക്കുന്നത്. എ വുഡ് പെക്കർ മേക്സ് ഹിസ് നെസ്റ്റ് ഇൻ ട്രീസ്. വുഡ് പെക്കർ എവിടെയാണ് നെസ്റ്റ് ഉണ്ടാക്കുന്നത്? ട്രീസിൻ്റെ അകത്ത്. ഇറ്റ് യൂസസ് ഇറ്റ്സ് chisel shaped beak to make a hole in the trunk of a tree or tree trunk. Chisel shaped beak, അവരെ കൊക്ക് ഉപയോഗിച്ചിട്ടാണ് അവർ ഹോൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് അവർ താമസിക്കുന്നത്. അതായിരിക്കും അതിൻ്റെ നെസ്റ്റ്, വുഡ് പെക്കറിൻ്റെ. അപ്പോൾ ഇങ്ങനെയല്ല, ക്രോൻ്റെത് അവർ ഡ്രൈ സ്റ്റിക്സിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈഗിൾ മേക്സ് ഇസ് നെസ്റ്റ് ഓൺ ദ ടോപ്പ് മോസ്റ്റ് ബ്രാഞ്ച് ഓഫ് എ ടോൾ ട്രീ. Woodpecker makes its nest in tree. It makes the nest with its chisel-shaped beak to make a hole in the tree trunk. Next is weaver bird. Weaver bird കണ്ടിട്ടുണ്ടോ? Weaver bird makes a beautiful nest with twigs and grass. The nest hangs from the
branch of a tree. The bird enters its nest through a tunnel-like opening at the bottom of the nest. ഈ നെസ്റ്റ് ബ്രാഞ്ചിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ടണൽ പോലത്തെ ഒരു ഹോൾ ഉണ്ടാവും. അത് നെസ്റ്റിൻ്റെ അടിയിലായിരിക്കും. അതിലേക്ക് കൂടിയാണ് അവർ ബേർഡ്സ് എൻ്റർ ചെയ്യുക. അത് തൂങ്ങിക്കിടക്കുന്നുണ്ടാവും നെസ്റ്റ് അല്ലേ. ഓക്കെ. പിന്നെ വീവർ ബേർഡ്. ഇനി ടൈലർ ബേർഡ്. ടൈലർ ബേർഡ്സ് യൂസ് together the edges of a large leaf with plant fiber or silk from spiders' webs to make a cradle. It makes a grass nest inside this cradle. ടൈലർ ബേർഡ് എങ്ങനെ ഉണ്ടാക്കുക? ടൈലർ ബേർഡ് കുറേ ലീഫുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അറ്റം കെട്ടി അതിനെ തുന്നുക. അതിനെ കൊണ്ട് പ്ലാന്റിൻ്റെ ഫൈബറിനെ കൊണ്ടും പിന്നെ സ്പൈഡറിൻ്റെ സിൽക്ക് അത് ഉപയോഗിച്ചിട്ടാണ് അവർ അതൊരു ക്രാഡൽ, അതായത് തൊട്ടിൽ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുക. ദേ മേക്ക് ദ നെസ്റ്റ് ലൈക്ക് എ ക്രാഡൽ. ഇറ്റ് മേക്സ് എ ഗ്രാസ് നെസ്റ്റ് ഇൻസൈഡ് ദിസ് ക്രാഡൽ. അതിൻ്റെ ഉള്ളിൽ ഗ്രാസ് നെസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ പുല്ലിനെ കൊണ്ടുണ്ടാക്കിയ കൂടും ഉണ്ടാവും, ഉള്ളിലുണ്ടാവും. പുറത്തൊരു തൊട്ടിൽ പോലെ ഇതുപോലെ കാണുമ്പോൾ ഉണ്ടാവും. സം ബേർഡ്സ് ലേ their eggs on the ground while others lay eggs in the bushes. ചില ബേർഡ്സ് എവിടെയാണ് മുട്ടയിടുക? ഓൺ ദ ഗ്രൗണ്ട്, സാധാരണ നിലത്തിടും. ചിലത് എന്നാ ചെയ്യുക? പുല്ലിൻ്റെ ഉള്ളിൽ, ബുഷസ് ആയ പുല്ലിൻ്റെ ഉള്ളിൽ മുട്ടയിടും. A swan lays egg on a heap of plant material. സ്വാൻ എവിടെ മുട്ടയിടുക? ഹീപ്പ് ഓഫ് പ്ലാന്റ് മെറ്റീരിയലിൻ്റെ മേലെ പിന്നെ മുട്ടയിടും. സ്വാൻ ലേസ് എഗ്സ് ഓൺ എ ഹീപ്പ് ഓഫ് പ്ലാന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂമാരം പോലത്തെ, പുല്ലിൻ്റെ മേലെ ഒരു കൂമാരം പോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ പോയിട്ടാണ് മുട്ടയിടുക. അപ്പോൾ ഇതുവരെ നമ്മൾ കൂട് കെട്ടുന്നതും നെസ്റ്റിന് ഡിഫറെൻറ്റ് ബേർഡ്സ് ഇങ്ങനെയല്ല നെസ്റ്റ് ഉണ്ടാക്കുന്നത് എല്ലാം പഠിച്ചല്ലേ. എന്തെല്ലാം പഠിച്ച്? ഒന്ന് എവിടെയെല്ലാമാണ് കൂട് കെട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വിൻഡോ സിൽസ്, ലെഡ്ജസ്, ഹോൾ ഓഫ് റൂഫ്സ്. പിന്നെ എന്തിനാണ് കൂട് കെട്ടുന്നത്? ദേ മേക്ക് നെസ്റ്റ് ടു ലേ എഗ്സ് ആൻഡ് their eggs, to make the eggs remain safe and warm in the nest, and make the young ones to grow. When they start flying, they leave their nest. അല്ലേ, അവർ പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നെസ്റ്റ് വിട്ട് പോകും. പിന്നെ എങ്ങനത്തെ സ്ഥലമാണ് അവർ ഉപയോഗിക്കുന്നത് നെസ്റ്റിന് വേണ്ടിയിട്ട്? ദേ ചൂസ് ദിയർ നെസ്റ്റിംഗ് പ്ലേസ് where it is safe from enemies and bad weather. എനിമീസിൽ നിന്ന് ദൂരെയും പിന്നെ ക്ലൈമറ്റ് നോക്കിയിട്ടാണ് അവർ കൂട് കെട്ടുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ബേർഡ്സ് ഡിഫറെൻറ്റ് നെസ്റ്റാണ് ഉണ്ടാക്കുക. ക്രോ എങ്ങനെ ഉണ്ടാക്കുക? ക്രോ ഡ്രൈ സ്റ്റിക്സിനെ കൊണ്ട് ഉണ്ടാക്കുക. ഈഗൽ എവിടെ ഉണ്ടാക്കുക? ടോപ്പ് മോസ്റ്റ് ബ്രാഞ്ച് ഓഫ് എ ടോൾ ട്രീയിലാണ് ഉണ്ടാക്കുക. വുഡ് പെക്കർ എവിടെ ഉണ്ടാക്കുക? വുഡ് പെക്കർ മേക്ക് ഇറ്റ്സ് നെസ്റ്റ് ഇൻ ട്രീസ്. പിന്നെ അതിൻ്റെ ചിസൽ ഷേപ്ഡ് ബീക്ക് ഉണ്ടാവും. അതിനെ കൊണ്ടാണ് അവർ ട്രീൻ്റെ അകത്ത് ഒരു ഹോൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് നെസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇറ്റ് യൂസസ് ഇറ്റ്സ് ചിസൽ ഷേപ്ഡ് ബീക്ക് ടു മേക്ക് എ ഹോൾ ഇൻ ദ ട്രീ ട്രങ്ക്. ദെൻ വാട്ട് അബൌട്ട് വീവർ ബേർഡ്സ്? വീവർ ബേർഡ്സ് മേക്സ് എ ബ്യൂട്ടിഫുൾ നെസ്റ്റ് വിത്ത് ട്വിഗ്സ് ആൻഡ് ഗ്രാസ്. The nest hangs from the branch of a tree. The bird enters its nest through a tunnel-like opening. Then about tailor birds use together the edges of a large leaf with plant fiber or silk from spider's web. Then swan lays egg on a heap of plant material. These are the different birds, how they make nest. Okay, so you have to study properly, and we will discuss in the next class. Okay, thank you.